വരും, എനിക്ക് ഉറപ്പുണ്ട്. സച്ചി ഇവിടെ തോറ്റു പോരുത്. ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങള് സച്ചിയെ തളർത്തുന്നുണ്ടാവാം. പക്ഷെ സച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. സച്ചിയുടെ അവസ്ഥയേക്കാൾ കഷ്ടമല്ലേ അർച്ചനയുടെയും കുഞ്ഞിന്റെ അവസ്ഥ? സ്വന്തം അച്ഛന്റെ സ്നേഹം അറിയാതെ എന്റെ മോള് മറ്റൊരാളെ അച്ഛാന്ന് വിളിക്കുന്നത് എന്റെ കൺമുമ്പിൽ കണ്ടോട് ഞാൻ ജീവിക്കണം? സ്വന്തം ഭാര്യയും മോളും മറ്റൊരാളുടെ കൂടെ വേറൊരു കുടുംബത്തിൽ ജീവിക്കുന്നത് കണ്ടിരിക്കാൻ മാത്രം വിശാല മനസ്കനൊന്നും അല്ല ഞാൻ. എന്റെ കുടുംബം എന്റേതാ, അതെനിക്ക് തിരിച്ചു വേണം. എന്റെ മോള്, അവൾ എന്റെ ചോരയിൽ ജനിച്ച കുഞ്ഞാ. സച്ചി, ഗൗരിമോൾക്ക് ഓർമ്മ വെച്ച കാലം മുതല് അവള് കണ്ടിട്ടുള്ള അച്ഛൻ ഗോകുൽ സാറാ. അവൾക്ക് ഗോകുൽ സാറ് വെറും ഒരു അച്ഛനല്ല, അവളുടെ ലോകമാ. അതുപോലെ തന്നെയാ അർച്ചനയും. ഓർമ്മകൾ തിരിച്ചുകിട്ടാത്ത അർച്ചനയ്ക്ക് സച്ചി വെറും ഒരു അപരിചിതനാ. വക്കീൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ ഭാഗത്തല്ലേ? ഞാൻ എന്ത് ചെയ്യും? 10 വർഷം ഒരു പോറല് പോലും ഏൽക്കാതെ എന്നെയും എന്റെ മോളെ സംരക്ഷിച്ച് സ്നേഹിച്ച മനുഷ്യനെ ഗോകുൽ. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളിൽ ഒപ്പം ജീവിക്കാനാ അദ്ദേഹം എന്നെ ക്ഷണിക്കുന്നത്. അത് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്റെ സച്ചിയെ മറക്കുന്നത് എനിക്ക് മരണത്തുല്യ. ഞാൻ എന്ത് ചെയ്യും? സമൃദ്ധ, ഇത്തരം ഭ്രാന്തൻ ചിന്തകളൊക്കെ കളയും. അയാൾ നിന്നെ ഇത്രയും കാലം സംരക്ഷിച്ചതിന് പകരമായി നീ സച്ചിയെ മറന്നുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കണം. ഭൂതകാലത്തിലേക്കുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ അയാൾ ആവശ്യപ്പെട്ടതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ നിന്ന് പഴയതെല്ലാം ഒഴിവാക്കുക എന്നതാണ്. ഇല്ല, എനിക്കതിന് സാധിക്കില്ല. നീ നിന്റെ സന്തോഷം മാത്രം നോക്കി ഇവിടെ സുഖമായിട്ട് വാഴുമ്പോ അവിടെ നിന്റെ കുടുംബം, നിന്റെ സച്ചിയേട്ട് എല്ലാം ദുഃഖത്തിന്റെ പടുകുഴിയിൽ കിടക്കുക. ഇപ്പോഴും അവരുടെ തലയ്ക്ക് മുകളിൽ കയറി നിന്ന് അവന്തിക താണ്ടവാടുക. അർച്ചന, എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ആ വാടക വീട്ടില് അവരനുഭവിക്കുന്ന ഓരോ തുള്ളി കണ്ണീരിനും കാരണം ആ അവന്തികയാ. ആ ചതിക്കെതിരെ പോരാടേണ്ട നീയാ ഇവിടെ ഗോകുലിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഗോകുലിന്റെ തകർച്ച നീ കണ്ടില്ലേ? ഞാൻ എന്തിനത് കാണണം? ഞാൻ സച്ചേട്ടനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഗോകുലിനോട് ക്രൂരത കാട്ടാൻ എനിക്ക് കഴിയുന്നില്ല. വിഡ്ഢിത്തം പറയാതിരിക്കെ. അയാളെ കുറിച്ച് കൂടുതലായിട്ട് നിനക്ക് എന്തറിയാം? പ്രേമിച്ച് കല്യാണം കഴിച്ച അയാളുടെ ഭാര്യ മരിച്ചിട്ടും അയാൾ ജീവിച്ചില്ലേ? നീ പോയാലും അയാൾ ജീവിക്കും. പക്ഷെ അർച്ചനയില്ലെങ്കിൽ സച്ചി ജീവിക്കില്ല. മതി, നിർത്ത്. എനിക്ക് മോളെയും ഗോകുലിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഈ കുടുംബത്തെ തകർക്കാൻ കഴിയില്ല. നിന്റെ മൗനം മരണത്തിന് തുല്യം. ഇനി നീ തീരുമാനിക്കണം, ഗോകുലിന്റെ സമൃദ്ധയായിട്ട് ജീവിക്കണോ അതോ സച്ചിയുടെ അർച്ചനയായിട്ട് ജീവിക്കണോന്ന്. സച്ചി ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞത് ആരതിക്ക് ബുദ്ധിമുട്ടായി എന്നെനിക്കറിയാം. എനിക്ക് സച്ചിയുടെ വിരോധമൊന്നുമില്ല. പക്ഷേ ഈ അവസ്ഥയിൽ എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ വയ്യല്ലോ. എനിക്ക് മനസ്സിലാവും സാറിന്റെ അവസ്ഥ. എനിവേ തൽക്കാലം നമുക്കങ്ങ് വിടാം. നമുക്ക് കേസിന്റെ കാര്യത്തിലേക്ക് വരാം. എപ്പോഴാ സാറ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? കോടതി അവധി കഴിഞ്ഞ് തുറക്കുന്ന ആദ്യ ദിവസം തന്നെ ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കും. സച്ചിയുടെ കേസ് പിടിക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് ഉറപ്പിച്ച് പറയാം, ന്യായവും സത്യവും അയാളുടെ ഭാഗത്ത്. അപ്പോ സാറ് പറയുന്നത് സച്ചിക്ക് നീതി കിട്ടുന്നാണോ? തീർച്ചയായും. സകല തെളിവുകളും പ്രതിഭാഗത്തിനെതിരാ. ആരതിക്ക് ഈ കേസിൽ തീർച്ചയായും ജയിക്കാൻ സാധിക്കും. ഞാൻ ഈ കേസ് ഏറ്റെടുത്ത ആ ദിവസം മുതൽ എനിക്കത് മനസ്സിലായത് സർ. എല്ലാം നഷ്ടപ്പെട്ടത് സച്ചിക്കും കുടുംബത്തിനും മാത്രം. നഷ്ടപ്പെട്ടവർക്ക് അതൊക്കെ തിരിച്ചു കിട്ടുന്നതല്ലേ സർ ന്യായം? അതെ, തീർച്ചയായും കിട്ടണം. അക്കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല. പക്ഷേ
ഇരുവശത്തും ചോര പൊടിയാതെ വേണമല്ലോ നീതി നടപ്പിലാക്കാൻ. യുദ്ധങ്ങൾ എപ്പോഴും നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ സച്ചിക്കും കുടുംബത്തിനും എല്ലാം നഷ്ടപ്പെട്ടത് ചതിയിലൂടെയാ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്നതിൽ തെറ്റില്ലല്ലോ സർ. പക്ഷേ ഈ കാര്യത്തില് സാറിന്റെ അനുഭവപൂർണമായ റിപ്പോർട്ടാണ് ഇതിൽ നിർണായകമാവുന്നത്. ആരതി ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പേടിക്കണ്ട. കഴിഞ്ഞ ദിവസം നടന്ന അനിഷ്ട സംഭവങ്ങളൊന്നും ഈ കേസിനെ ബാധിക്കില്ല. സത്യത്തിനെ ഒരു സ്വർണ്ണപാത്രം കൊണ്ടും ഞാൻ മൂടിവെക്കില്ല. വ്യക്തിപരമായ നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അതിൽ ബാധകവുമല്ല. സാറിന്റെ ഈ നിലപാട് ഇത് കേൾക്കുമ്പോ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നുക. സച്ചി അത്രമേൽ തകർന്നിരിക്കോ സർ? സച്ചിയുടെ അവസ്ഥ ഇപ്പൊ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ആ സമയത്ത് എന്റെ മുൻപിൽ വേറെ വഴിയില്ലായിരുന്നു. ആദ്യമൊക്കെ പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അപ്പോഴേക്കും അർച്ചന കുടുംബത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. ആരതിക്കറിയാവോ, എന്റെ ഇസബെല്ലെ നഷ്ടപ്പെട്ട തകർച്ചയിൽ ഞാൻ തിരിച്ചു വന്നത് അർച്ചന കാരണമാണ്. ആദ്യമൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും പതിയെ പതിയെ എന്റെ ഇസബെല്ലയുടെ സ്ഥാനത്ത് അവളെ ഞാൻ കണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. എന്റെ തെറ്റായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇനി ഓർമ്മ വരുമ്പോ അവളോട് ഞാൻ എന്തു പറയുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. അവളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയില്ലാതെ എനിക്ക് നിൽക്കേണ്ടി വരും.